തോന്നുന്നുണ്ടാവും ഓരോ വീഡിയോ തുടങ്ങുമ്പോഴും ഞാൻ വന്നിട്ട് ഞാൻ സമീറ എന്ന് എന്തിനാണ് പറയുന്നത്. ഞാൻ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും പുതുതായിട്ടുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അവർക്ക് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ ഈ സ്നാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ചില നാട്ടിൽ ഇതിന് മരിച്ചീനിന്നും ചിലയിടത്ത് ചീനിന്നും ഒക്കെ പറയും. പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ട് വരും. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യണം എന്നില്ല. നമ്മളിത് കട്ട് ചെയ്യുമ്പോഴേക്ക് ഈ നടുക്കുള്ള നാര് എടുക്കരുത് കേട്ടോ. അത് വരാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാനിനി ഇത് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിള വരാറാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഇതുപോലെ തിള വരാറാകുമ്പോഴേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 6-7 ചെറിയ ചുവന്നുള്ളി വേണം. ചെറിയ ചുവന്നുള്ളി തന്നെ വേണം കേട്ടോ. സവള എടുത്താൽ അത്ര ശരിയാവത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ്. ഇത് കണ്ടോ, ഒരു തിള വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കപ്പയിൽ ഒരുതരം പോയിസൺ ഉണ്ട്. അപ്പോൾ കട്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പഴയ ആൾക്കാരൊക്കെയാണ് അങ്ങനെ പറയുന്നത്, കട്ടാണെന്ന്. അപ്പൊ അത് പോയി കിട്ടാനാണ് നമ്മൾ ഡ്രെയിൻ ചെയ്ത ശേഷം പുതിയ വെള്ളത്തിൽ വീണ്ടും ഇത് വേവിച്ചെടുക്കുന്നത്. വീണ്ടും ഞാൻ പാത്രം ഒന്ന് വാഷ് ചെയ്ത ശേഷം കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആദ്യം നമ്മൾ ഒന്ന് തിള വന്നപ്പോഴേക്ക് അതൊന്ന് ഡ്രെയിൻ ചെയ്തിട്ടല്ലേ എടുത്തത്. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെച്ച വെള്ളം ഇവിടെ തിള വരാറായിട്ടുണ്ട്. ഈ സമയം നമ്മൾ ആദ്യം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തേങ്ങ വേണം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സമോസയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിൽ ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞത് ഫില്ലിങ്ങിലാണ്. സ്വിറ്റ്സിൻ്റെ 50 എണ്ണം ഉള്ള സമോസ ഷീറ്റാണിത്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ കപ്പ വെന്തിട്ടുണ്ട്. ഞാൻ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം.
ഉള്ളി ഇതുപോലെ മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ നിങ്ങളുടെ എരിവിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കപ്പ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മുളകിൻ്റെ കുത്തൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ കപ്പ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഷീറ്റ് വാങ്ങിയിട്ട് നമുക്കിഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് എന്തായാലും ഒരു ഹൈജീനിക് ആയിരിക്കും. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ എത്രത്തോളം അത് ഹൈജീനിക് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അവരുപയോഗിക്കുന്ന ഓയിലും എല്ലാം നമുക്കറിയാൻ കഴിയത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഗ്യാസ് ഓൺ ചെയ്ത് ഒരുപാട് നേരം ഒന്നും ഇളക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് നേരം നമ്മൾ ഇതിലേക്ക് ഇട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് തണുത്ത ശേഷമാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സമോസയുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സമോസ ഷീറ്റിൽ ഫില്ല് ചെയ്തെടുക്കാം. സ്വീറ്റ്സിൻ്റെ ഈ സമോസ ഷീറ്റ് ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം 45 മിനിറ്റ് മുതൽ 60 മിനിറ്റാണ് അവർ പറയുന്നത് ഇത് പുറത്തെടുത്ത് വയ്ക്കാനായിട്ട്. ഞാൻ ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. നമ്മൾ പിന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഇതുപോലെ ഒരു നനഞ്ഞ ടവൽ എടുക്കണം. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ ഷീറ്റ് വെക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. എന്നിട്ട് ഇതുകൊണ്ട് അങ്ങ് കവർ ചെയ്തേക്കണം. അപ്പോൾ ഇത് ഡ്രൈ ആവത്തില്ല. ആദ്യം ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഒരു പോക്കറ്റ് പോലെ കിട്ടി. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഫില്ലിംഗ് വെക്കുന്നത്. ഫില്ലിംഗ് വെക്കുമ്പോൾ ഒരുപാട് ഓവറാവാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫില്ലിംഗ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഫില്ലിംഗ് നന്നായിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇനി എക്സസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് മൈദ ബ്രഷ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഗ്ലൂ പോലെ. അപ്പം ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിസാർക്കാക്ക് ഒരു ആഗ്രഹം ഇതൊന്ന് ചെയ്യണം എന്ന്. നിസാർക്ക് എങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമോസ ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമോസയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചമ്മന്തി തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ചുവന്നുള്ളി ഒരെണ്ണം വേണം.
അപ്പോൾ ഇതിന് പിന്നെ വേണ്ടത് ഈ മുളകാണ്. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഒടംകൊല്ലി മുളകെന്നാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇത്രയും ഉപ്പും കൂട്ടിയിട്ടൊന്ന് ചതച്ചെടുക്കാം. എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മളിത് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയാണിത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ഹൈജീനിക്കാണ്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന സമോസ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി.